ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് പച്ചക്കറികളും കൂടെയും ചേർത്തിട്ട് നല്ല എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ലൊരു ചായ പലഹാരമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗം സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു ചായ പലഹാരമാണ് കേട്ടോ ഇത്. വീട്ടിലധികം സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പലഹാരത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി 1 കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഈ കപ്പിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇടിയപ്പപ്പൊടി നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാനാണ് കേട്ടോ. പലഹാരം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരണം. ഇപ്പോൾ ദാ ഈ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പം ആ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കളർ മാറാതിരിക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് വരാം. ശരിക്കും ഇതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള സവാളയും നൈസായിട്ട് നീളത്തിൽ മുറിച്ച് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് നീളത്തിൽ എടുത്തേക്കുന്നത് കൊണ്ട് സവാളയും അതുപോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം നമ്മൾക്ക് കൈകൊണ്ട് ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പച്ചമുളകാണ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് വെള്ളത്തിൽ മാത്രം ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് വെള്ളം എല്ലായിടത്തും ആക്കി കൊടുക്കാം. അതിന് ശേഷം വേണം ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ വെള്ളം എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം 1/4 കപ്പ് ആണ് എടുത്തു കൊടുത്തത്. ഫുള്ള് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തു. ഇതിപ്പം വെള്ളം ചേർക്കുന്ന അളവ് പൊടിയുടെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. ഓരോരുത്തരുടെയും പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം വ്യത്യാസം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പോൾ എനിക്കിപ്പം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/4 കപ്പാണ് വേണ്ടി വന്നത്. അതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടാകാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ശരിക്കും ചൂടായി കഴിയുമ്പം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കണം. അധികം ചൂടായിട്ട് വയ്ക്കരുത്. അധികം ചൂടായിട്ട് വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം എല്ലാം കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉള്ളിൽ വെന്തൊന്നും വരില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഓരോന്നും കുറേശ്ശെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുട്ടി ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം.
ഇതിപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ അടിഭാഗം എല്ലാം ശരിക്കൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ വേണം നമുക്കിതൊരു തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഒരു റൗണ്ടിലേക്കുള്ളത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും ഇതിൻ്റെ അടിഭാഗം എല്ലാം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം. ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടണം. അതുപോലെ തന്നെ പുറം ഭാഗം ശരിക്കൊന്ന് മൊരിഞ്ഞ് വരും. നമ്മൾ അരിപ്പൊടിയെല്ലാം ചേർത്തേക്കുന്നതായതുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും കേട്ടോ. വല്ലാതെ ചൂട് കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ കരിഞ്ഞു പോകരുത്. ഇപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അത് വിട്ട് കിട്ടും. ഇപ്പോൾ അത് ശരിക്കും ഒന്ന് കോരിയെടുക്കേണ്ട പരുവം ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇതൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കണം. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് ഇവിടെ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. ചൂട് ഇങ്ങനെ കഴിക്കുമ്പോൾ ചൂട് ചായയുടെ കൂടെ ആയാലും നല്ല ചായ ആയാലും കാപ്പി ആയാലും എന്തിൻ്റെ കൂടെയും ചൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചട്നിയോ സോസ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനിതുപോലെ തന്നെ അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അടുത്ത റൗണ്ടിനുള്ളതും ഇതുപോലെ തന്നെ നമ്മൾക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഇപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അകംഭാഗം എല്ലാം സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ലപോലെ മൊരിഞ്ഞും കിട്ടുന്നവരേക്ക് ശരിക്കും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും ഇതുപോലെ തന്നെ ഇങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. അതാണ് ഞാൻ പറഞ്ഞത്, വൈകുന്നേരം ചായക്കൊന്നും വീട്ടിൽ ഒന്നും കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.